ഹായ്, ഞാനും മാമാട്ടിയും കൂടെ ബസ്സിൽ എവിടേക്കാണ് പോകുന്നതെന്ന് അറിയാം. മാമാട്ടിയുടെ കണ്ണിനൊരു ചെറിയൊരു നീരൊക്കെ പോലെ ഉണ്ട്. അപ്പോൾ അത് മുളമൂട്ടിൽ കോഴഞ്ചേരി കാണിക്കാനെ കൊണ്ട് പോകണേ. ചേച്ചി അവിടെ കോഴഞ്ചേരി വീട്ടിൽ നിൽക്കുവേ. അപ്പം ഞങ്ങൾ അങ്ങോട്ട് പോകാനാണ് ബസ്സിനെ. ഇപ്പം ബസ്സിൽ പോകുമ്പോഴാണെങ്കിൽ നമുക്ക് നല്ല കാഴ്ചകളൊക്കെ കണ്ടുപോകാൻ നല്ല രസമല്ലേ. ഇവിടെ ഫുള്ള് റബ്ബർ തോട്ടങ്ങളാണ് നമ്മുടെ ഏരിയയെല്ലാം. അപ്പോൾ ഞങ്ങൾ കോഴഞ്ചേരി വീട്ടിൽ വന്നു. അവിടെ വീടിൻ്റെ ഫ്രണ്ടിൽ ഒരു കനാലുണ്ട്. മണിയാർ ഡാമിൽ നിന്നാണ് വെള്ളം വരുന്നത്. അപ്പോൾ വേനൽക്കാലത്ത് ഈ കനാൽ ഫുള്ളായിരിക്കും വെള്ളം. അപ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോ ഒക്കെ ഒന്ന് എടുത്ത് നല്ല ഭംഗിയാണ് കാണാനെ കൊണ്ട്. നല്ല തണുത്ത വെള്ളം കേട്ടോ, നല്ല ഒഴുക്കുണ്ട്. കാണുമ്പോൾ നമുക്ക് ഒഴുക്കൊന്നും തോന്നില്ല, പക്ഷെ നല്ല അടിയൊഴുക്കുണ്ട് കേട്ടോ. ഇതിൽ വീണ് ഒരുപാട് പേരൊക്കെ ഒഴുകിപ്പോയിട്ടുണ്ട്. അപ്പം ഇങ്ങനെ മാമാട്ടിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. മാമാട്ടി ഇങ്ങനെ നോക്കുമായിരുന്നു വെള്ളമൊക്കെ. അപ്പോൾ അവിടെയൊക്കെ കുറച്ച് നേരം നിന്ന് വീഡിയോ ഒക്കെ എടുത്തു. അന്നേരം റാണി ചേച്ചി ഇങ്ങോട്ട് വരുന്നുണ്ടായിരുന്നേ. ചേച്ചി ഇവിടെ കുളിക്കാനെ കൊണ്ട് വന്നാണേ. ഞങ്ങൾ കുറച്ച് നേരം ഇവിടെ നിന്ന് വീഡിയോ ഒക്കെ എടുത്തു. കുറച്ച് നേരം ഇവിടെ നല്ല തണുത്ത വെള്ളം കേട്ടോ, നല്ല കാറ്റൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് അതിൻ്റെ വീഡിയോ ഒക്കെ എടുത്ത് മാമാട്ടിയും അവിടെ എല്ലാം കളിച്ചുകൊണ്ട് നിൽക്കുമായിരുന്നേ. ഞാൻ നോക്കുമായിരുന്നു ഇടയ്ക്കിടയ്ക്ക്. ഞാൻ മാമാട്ടി ശ്രദ്ധിക്കുന്നു, കാരണം ഇനി കൈവരിയൊന്നും ഇല്ലല്ലോ. നമ്മൾ പിള്ളേരൊക്കെ നടക്കുമ്പോഴൊക്കെ സൂക്ഷിക്കണം. അപ്പം കുറച്ച് നേരം ഞാൻ വീഡിയോ ഒക്കെ എടുത്തു. അണ്ണൻ്റെയൊക്കെ വീടിൻ്റെ തൊട്ട് ഇപ്പുറത്തായിട്ടേ ജാതി നിറച്ച് ജാതിക്കയാണ്. നല്ല രസമുണ്ട് കാണാനേ. അത് നിറച്ച് ജാതിക്കയുണ്ട്. അപ്പം അതിൻ്റെ കുറച്ച് വീഡിയോ ഒക്കെ എടുത്തു. അണ്ണെന്ന് പറയുന്ന മജുവേട്ടൻ്റെ കസിൻ ബ്രദറാണേ. കോഴഞ്ചേരിയിലാണ് വീട്. അണ്ണനൊരു ഫാക്ടറിയൊക്കെ ഉണ്ട്. ആ വീടിൻ്റെ തൊട്ട് ബാക്കിലായിട്ടാണ്. ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇതാണ് വീടിൻ്റെ ബാക്കിലായിട്ടാണ് അണ്ണൻ്റെ ഫാക്ടറി ഉള്ളത്. ഇൻറ്റീരിയർ വർക്ക് ആൻഡ് മോഡുലാർ കിച്ചൺ ഇതെല്ലാം ചെയ്യും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ആ ഫാക്ടറിയുടെ അകത്തെ മെഷീനുകളൊക്കെ കാണിച്ചു തരാവേ. ചേച്ചിയും പൊടിമോനും നടന്നിപ്പുണ്ട്. അവിടുത്തെ വണ്ടിയാണേ, വർക്കിന് കൊണ്ടുവന്ന വണ്ടിയാണ് കേട്ടോ. അപ്പം ഇതിനകത്ത് കയറിയിട്ട് ഞാൻ 3 മെഷീനുണ്ട് കേട്ടോ. അപ്പോൾ അത് നിങ്ങളെ കാണിച്ചു തരാം അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ. അപ്പം ജോലിക്കാരൊക്കെ ഉണ്ടാകത്തെ. അവർ കേരളത്തിൽ ഉള്ളവരല്ല, പുറത്തു നിന്നുള്ള ആൾക്കാരാണ് കൂടുതൽ. അണ്ണൻ്റെയൊക്കെ ഇതിൻ്റെ ഓഫീസ് എവിടെയാണെന്ന് വെച്ചാൽ നമ്മുടെ കോളേജ് റോഡില്ലേ, കോഴഞ്ചേരി, അവിടെയാണ് ഇതിൻ്റെ ഓഫീസ്. ഇവിടെ വീടിൻ്റെ ഇവിടെ അപ്പുറത്തും ഒരു ഓഫീസുണ്ട്. അപ്പം ഫാക്ടറിയിലെ അകത്തെ കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. എങ്ങനെയാണ് ഇത് പ്രസ് ചെയ്യുന്നതും കട്ട് ചെയ്യുന്നതും ഒക്കെ. അതുകൊണ്ട് അതൊരു മെഷീനാണ്, അത് പ്രസ്സിങ് മെഷീനാണ് കേട്ടോ. അപ്പം അത് ഞാൻ അടുത്തുനിന്ന് കാണിക്കാം. അത് അവർ എങ്ങനെ അതിന് വർക്ക് ചെയ്യുന്നതെന്ന് കാണിച്ചു തരുവേ. അപ്പോൾ അത് ഞാൻ ചെന്നപ്പോൾ അവർ മെഷീൻ ഇങ്ങനെ ഓണാക്കി കാണിച്ചു തന്നെ. ഇപ്പം അതിനകത്ത് 2-3 പണിക്കാരേ ഉള്ളൂ കേട്ടോ. ബാക്കി എല്ലാവരും സൈറ്റിലാണ് കേട്ടോ. ഒരുപാട് പണിക്കാരുണ്ട് അങ്ങനെ. അപ്പം കുറച്ച് പേരൊക്കെ സൈറ്റിലാണ്. ഇപ്പം ഫാക്ടറിക്കകത്തുള്ള 2-3 പേരേ ഉള്ളൂ. അപ്പം പുള്ളിക്കാരി ഇങ്ങനെ മെഷീൻ്റെ അതിങ്ങനെ ഓണാക്കി കാണിച്ചു തന്നെ അതെങ്ങനെ വർക്ക് ചെയ്യുന്നതെന്നൊക്കെ. ഇത് കട്ട് ചെയ്യുന്ന മെഷീനാണ്, കട്ടിങ് മെഷീനാണ്. അപ്പോൾ അവരിത് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന് കാണിക്കുവേ. അപ്പം 3 മെഷീൻ ഉണ്ടെന്ന് പറഞ്ഞില്ലേ. പിന്നെ ഒരു മെഷീനൂടെ കാണിച്ചു തരാവേ. അതാണ് എഡ്ജ് ബാൻഡ് മെഷീന്, ഈ ലാസ്റ്റ് ഇരിക്കുന്നത്.
ഫാക്ടറിക്കകത്തെ വീഡിയോസ് എല്ലാവരും കണ്ടല്ലോ. അതിലെ മെഷീനുകളും എങ്ങനെ പ്രവർത്തിക്കുന്നതെന്നൊക്കെ കണ്ടല്ലോ. അപ്പം വീടിന് ആവശ്യമായ ഇൻറ്റീരിയർ വർക്ക് എല്ലാം ചെയ്യുവേ മോഡുലാർ കിച്ചൺ. ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ, ആരെങ്കിലും വീട് പണിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ഇട്ടാൽ മതി, അല്ലെങ്കിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. എനിക്കൊന്ന് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. അപ്പോൾ നല്ലതായിട്ട് ചെയ്ത് കൊടുക്കും. വീടിനുള്ള ഇത് വർഷങ്ങളായിട്ടുള്ളതാണേ, വേറെ ഈ ഫാക്ടറിയും ഓഫീസും ഒക്കെ സ്റ്റാർ എന്ന് പറയുന്നത്. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. തിരിച്ചണ്ണനാണ് വീട്ടിൽ കൊണ്ടുവിട്ടത്. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.